എനിക്ക് നിന്നോടും തനിച്ച് സംസാരിക്കണം. ഇതിലിനി അധികം സംസാരിക്കാനില്ല. ദിസ് ഇസ് മൈ സ്റ്റേറ്റ്മെന്റ്. ഇത് ഞാൻ കളിച്ച ഡ്രാമയാവാം, ബട്ട് ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഐ വാണ്ടഡ് ടു കൺവേ. ആൻഡ് ഐ എം ഡൺ വിത്ത് യു. നിന്റെ ഈ കണ്ണീരും കരച്ചിലും ഒക്കെ ഐ എം പാസ്റ്റ് ദാറ്റ് ഫേസ്. You know what? You're a nymph! ക്വൈറ്റ് പോസിബിൾ. പക്ഷേ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നില്ലല്ലോ. ധ്വനി, പ്ലീസ്. നീ എന്താ ഈ ഹോട്ടലില്? ഈ ഉടുപ്പും കങ്കാണിയൊക്കെ കൊള്ളാലാ. കണ്ടിട്ട് നീ ഇവിടെ താമസിക്കുന്ന പോലെ ഉണ്ടല്ലോ. അവിടെ നിന്നടാ. അപ്പൊ എനിക്ക് തരാൻ മാത്രമേ നിന്റെ കാശില്ലാത്തുള്ളൂ അല്ലേ? ശരിക്കും നീ ആരാ? സിയടിയ മറ്റാണാ? അബ്ദു, നീ അകത്തേക്ക് വാ. ഓ ഓ ഓ, ഇവളെ കൊണ്ടുവരാൻ വേണ്ടിയാണല്ലേ ചങ്കു നീ റൂം എടുത്തത്? ഡിമോളെ, കാശ് മുഴുവൻ മേടിച്ചായിരുന്നോ? അനുഭവം കൊണ്ട് പറയാ, നിന്ന നിപ്പിന് മായാവി കളിക്കുന്ന ഇനുവാ. അല്ല, ഇവൻ നിന്നെ കൊണ്ടുവന്നാണോ നീ ഇവനെ കൊണ്ടുവന്നാണോ? What's happening? ഓ ഓ ഓ, നീ കൊള്ളാവലൂടി കൊച്ചേ. ഒരേ സമയത്ത് രണ്ടെണ്ണോ? നിന്നെ കണ്ടാ പറയില്ലാട്ടാ. Who's this bitch? ആഹാ, ആ പരിപാടിക്കൊന്നും എന്നെ കിട്ടത്തില്ലാട്ടാ. പോയേ പോയേ, വിളിച്ചോണ്ട് പോടി രണ്ടെണ്ണത്തിനെയും മിഴിച്ചു നിൽക്കാതെ. നമസ്കാരം, ഞാൻ തങ്ങള്. തൃശ്ശൂരായിരുന്നു ഓപ്പറേഷൻസൊക്കെ. ഒന്ന് സ്ഥലം മാറ്റി പിടിക്കാമെന്ന് കരുതി. കൊച്ചിയിലാണല്ലോ ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ. എന്താ പേര്? കന്യക, കന്യക മേനോൻ. ഞാനിവിടെ നമ്മുടെ പുന്നൂസ് കോൺട്രാക്ടറുടെ ഒരു ഇടപാടുമായിട്ട് വന്നതാ. ബാംഗ്ലൂർ പഠിക്കുന്ന കൊച്ചാ. തന്തയില്ല, ചത്തുപോയി. തള്ളയുണ്ട്, ഗുണമില്ല. പിന്നെ മൂപ്പർ രണ്ടെണ്ണം പിടിപ്പിച്ച അതൊന്നും നോക്കൂല, വയസ്സായി. അല്ല, ഞാനങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുക, നമുക്കിവിടെ ഒരുമിച്ചൊരു കളി കളിച്ചൂടെ? ഞാൻ ഈ ഫീൽഡിലെന്ന് എങ്ങനെ മനസ്സിലായി? ആനെ കണ്ട പാപ്പാൻ അറിയാൻ മേലെ ഏതായെന്നോന്ന്. അതുപോട്ടെ, അലുക്കുലുത്ത ആൾക്കാരൊന്നും വേണ്ട. തടി കോൺട്രാക്ടർ, ബിൽഡേഴ്സ്, നല്ല കാശുള്ള രാഷ്ട്രീയക്കാര്, അങ്ങനെ വമ്പന്മാര് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഞാനിവിടെ ഒരു ടീം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. തൃശ്ശൂരായിരുന്നപ്പോൾ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ് നമുക്ക് വലിയൊരു ധൈര്യം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ആരുമില്ല. അപ്പൊ എങ്ങനാ നമ്മൾ അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോവുമല്ലേ? എനിക്ക് ഹസ്ബൻഡായിട്ടൊന്ന് ഡിസ്കഷൻ ചെയ്യണം. ആയിക്കോട്ടെ, ഇതാണ് എൻ്റെ വിസിറ്റിംഗ് കാർഡ്. ഒറ്റയടിക്കങ്ങ് ടോപ്പിലെത്താനുള്ള ചീട്ടാ ഞാൻ ഈ തന്നേക്കണത്. അതിനുള്ള പൊട്ടൻഷ്യൽ കൊച്ചിനുണ്ടെന്ന് തോന്നിയത് കൊണ്ടാ. മുമ്പ് ഒരുപാട് തവണ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഇപ്പോഴാ. എപ്പോ വേണമെങ്കിലും വരാല്ലോ. അബ്ദു, പറ്റിപ്പോയടാ. നിന്റെ പെങ്ങളാന്ന് അറിഞ്ഞോണ്ട് തന്നെ നീ ഞങ്ങളോട് ക്ഷമിക്കണം. അളിയ, ഞാൻ ഇവളെയും കെട്ടിക്കൊള്ളാടാ. തുറന്നു. Why don't you talk to me? You're so bad, Arjun. Bad books വായിക്കുന്നു, bad കാര്യങ്ങൾ പറയുന്നു. I didn't do it. കള്ളം പറയണ്ട. മൃദുൽ ആന്റണി സാറിന്റെ നെവ്യൂവാ. He told him അർജുൻ്റെ അച്ഛൻ റിച്ച് ആയതുകൊണ്ടാ പണിഷ്മെന്റ് കിട്ടാതിരുന്നേന്ന്. മൃദുൽ പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന്. Who is this Mridul, Amala? He's my best friend. അപ്പൊ ഞാനോ? നമുക്ക് ആ മൃദുലും ചോണിക്കിട്ട് നല്ല ഇടിവിച്ചു കൊടുത്താലോ?
കയ്യും കാലും പിടിച്ചിടാ. അപ്പോൾ പിന്നെ സ്കൂളിൽ വരില്ല. പിന്നെ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും അമല കൊച്ചിൻ്റെ അടുത്ത് പഴയതുപോലെ ആവാമല്ല. പക്ഷെ പിന്നെ നല്ല പഞ്ഞി കിടണം. ഏ അത് വേണ്ട. അമലയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ മൃദുൽ ജോൺ. അവന് വല്ലതും പറ്റിയ അവൾക്ക് ഭയങ്കര വിഷമം. പിന്നെ അവളെന്നെ കാണാനും സമ്മതിക്കില്ല. അതുമല്ല, വേറൊരാളെ വേദനിപ്പിച്ച നമ്മുടെ വിഷമം മാറോ അബ്ദു ചേട്ടാ? എന്താടാ ആ ഇതെവിടുന്ന് കിട്ടി? പക്ഷെ അബ്ദു, മറ്റേ ഷൂസ് ഞാനങ്ങ് കളഞ്ഞടാ. അല്ലെങ്കിലും പടച്ചോ നമ്മളെ കൊണ്ടൊന്നും നല്ല കാര്യം ചെയ്യിക്കൂല. എന്താ അർജുൻ ഇവിടെ? ഇന്ന് എൻ്റെ ഗ്രാൻഡ്പയുടെ ബർത്ത്ഡേയാ. ഗ്രാൻഡ്പാ? പപ്പയുടെ പപ്പ, മുത്തശ്ശൻ. ദേ അതാ എൻ്റെ മുത്തശ്ശൻ. വരുന്നോ? സിറ്റിയിലെ ഏറ്റവും നല്ല മസാല ദോശ ഉണ്ടാക്കുന്ന ആളാ എൻ്റെ മുത്തശ്ശൻ. പോയിട്ട് വാ. രവിശങ്കറിന്റെ അച്ഛൻ ഒരു പോറ്റി ഹോട്ടൽ നടത്തുന്നു. കാൺ ബിലീവ് ഇറ്റ്. ശരിക്കും മുത്തശ്ശൻ തന്നെയാന്ന് തോന്നുന്നു, അല്ലേ അബ്ദു? എന്റെ അബ്ദു, എന്തെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ ആ മുഖത്ത് എന്തെങ്കിലും ഒന്ന് വരുത്ത്. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ. ചിലപ്പോൾ തോന്നും ഒരു 50 പൈസയുടെ കുറവുണ്ടെന്ന്, ചിലപ്പോൾ ഒരു സെക്സ് മേനിയാക്കിന്റെ ഫേസ്, അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ. ശരിക്കും നീ എന്താ? മുസ്ലിമാണോന്ന് എനിക്കും അറിയാൻ പാടില്ല. ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് അബ്ദു എന്ന് തന്നെയാണ് പേര്. പക്ഷെ പള്ളിയിലൊന്നും പോയിട്ടില്ല കേട്ടോ. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞേ. വീട്, അമ്മ, അച്ഛൻ, അങ്ങനെയൊന്നുമില്ല. ഇയാളൊരു മിസ്റ്ററിയാന്ന് തോന്നുന്നു, ഈ രവിശങ്കർ. നമുക്ക് ഇയാളെയും തപ്പണ്ടേ? ഈ രവിശങ്കറിൻ്റെ അമ്മ, അതായത് നീ അന്ന് കണ്ടില്ലേ ആ നാരായണങ്ങളുടെ ഭാര്യ, ആളൊരു കില്ലാടിയായിരുന്നു. അസാമാന്യ ും ഷി വാസ് എ ടു മെനി റിച്ച് ബഗർ. ഒരുപാട് കാമുകന്മാരുണ്ടായിരുന്നു അവർക്ക്. ഹൈദരാബാദ് നിസാമിൻ്റെ ഇളമുറക്കാർ മുതൽ നിലമ്പൂർ സെയ്ദ് അഹമ്മദ് വരെ. ബട്ട് ദെൻ ഷി യൂസ് എം വെൽ. ഓരോ വരവിനും ചേച്ചി അവരുടെ കയ്യിൽ നിന്ന് സോളിഡ് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് എഴുതി വാങ്ങി. അതുകൊണ്ടെന്താ, രവിശങ്കർ ഇന്ന് കൊച്ചി നഗരത്തിലെ ഏറ്റവും സമ്പന്നനായ ഡെവലപ്പറായി മാറി. നാരായണാങ്കൾ അന്നേ വീട് വിട്ടുപോയി, സ്വന്തം ചായക്കട, സ്വസ്ഥനായി. നീ പറയണ പോലെയല്ല കാര്യങ്ങൾ. രവിയുടെ കളി വേറെയായിരുന്നു. ഓൻ്റെ ഉമ്മ ഉണ്ടാക്കിയ നീക്കിരിപ്പിൻ്റെ മേളിൽ കയറിയിരുന്ന് കൈവിട്ടൊരു കളിയം കളിച്ച് 98-99 കാലഘട്ടത്തിൽ കൊയ്തത് കോടികളാണ്.
ലക്ഷത്തിന്ന് കോടികളായപ്പ ചീത്തപ്പേര് ജനങ്ങ മറന്ന്. ഈ രവിശങ്കറിന്റെ വൈഫ് മരിച്ചുപോയി. ഒരു ഹൈവേ ആക്സിഡന്റ്. ബട്ട് ദാറ്റ് വാസ് വൺ ഹെൽ ഓഫ് എ ലവ് സ്റ്റോറി. ഇത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അവരുടെ ബന്ധം എല്ലാവർക്കും ഒരു അസൂയായിരുന്നു. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് തിങ് ഇസ് ഹി ഈസ് സ്റ്റിൽ ഡീപ്ലി ഇൻ ലവ് വിത്ത് ഹർ. രവി മറ്റൊരു ബന്ധത്തിലേക്ക് എൻ്റെ അറിവിൽ പോയിട്ടില്ല. അതയാളുടെ ബ്രില്യൻസ് ആവാം. ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. ഇല്ലെന്ന് എനിക്കുറപ്പല്ലേ. രവിയുടെ ലൈഫിൽ വേറെ പെണ്ണുങ്ങളില്ല. ഫ്രണ്ട്സ് അറിയാത്ത എന്ത് കാര്യമാണ് നിങ്ങൾക്കുള്ളത്? ഹലോ, എവിടെയാടാ? ദേ വന്യാണ്. അയാൾ എന്നെ മോഹിപ്പിച്ച് തുടങ്ങി എൻ്റെ മോളെ. നീ എനിക്ക് അയാളെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? പിന്നെന്താ, എന്താന്ന് അറിഞ്ഞൂടാ. ഇത്തരം കാര്യങ്ങൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റാ. അങ്ങനെ ഒരു ഭാര്യാഭ്രമം പാടില്ലല്ലോ. പിന്നെ നമ്മളൊക്കെ എന്തിനാ പെണ്ണുങ്ങളാന്ന് പറഞ്ഞ് നടക്കുന്നത്? ബഹുവചനം വേണ്ട മോളെ, നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി. എനിക്ക് മുക്കുവൻ തന്നെ കുറച്ച് ഓവറാ. എന്നാ എനിക്കൊന്ന് മുട്ടണം. ആൻഡ് ഐ വോണ്ട് മീറ്റ് മെലോൺ. നടക്കൂ? ഡൺ.